ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടം തന്നെയാണ്. അതൊരു SL അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെ എൻട്രി എടുക്കുന്നു എന്ന് മനസ്സിലാക്കാത്ത ഒരു നോളജ് ലോസ് ആണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ സ്മാർട്ട് മണിയെ പോലെ ട്രേഡ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഓർഡർ ബ്ലോക്ക് എന്നത്. ഓർഡർ ബ്ലോക്കിന്റെ ഫുഡ് പ്രിന്റ്സ് നമ്മൾ മനസ്സിലാക്കി. ഓർഡർ ബ്ലോക്കിൽ എങ്ങനെ എൻട്രി എടുക്കാം എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ അതിന്റെ നെക്സ്റ്റ് സീക്രട്ട് ആണ് FVG, ഫെയർ വാല്യൂ ഗ്യാപ്പ്. പ്രൈസ് ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവിൽ പോയപ്പോൾ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യുന്നത് കാണുന്നില്ല. അതാണ് FVG, ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രിയുടെ മിസ്സിംഗ് ഫുഡ് പ്രിന്റ്. FVG ഒരു മാഗ്നറ്റ് പോലെയാണ്. അതിലേക്ക് പിന്നും പ്രൈസ് വന്ന് പിന്നെയും അത് റീടെസ്റ്റ് ആയിക്കാണ്ട് വീണ്ടും പോകും. ഓർഡർ ബ്ലോക്ക് മനസ്സിലാക്കിയവർക്ക് FVG പഠിക്കുക എന്നത് നെക്സ്റ്റ് ലെവലിലാകും. FVG കണ്ടുപിടിക്കുമ്പോൾ എൻട്രി സ്പോട്ട് ഷാർപ്പായി കൺഫേം ചെയ്യാം. SL കുറയും, വിൻ റേറ്റ് കൂടും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുൾ ആയി കാണുക. എൻഡിൽ റിയൽ ചാർട്ട് എക്സാമ്പിൾസും ബാക്ക് ടെസ്റ്റിംഗ് ടിപ്സും ഉണ്ട്. ലെറ്റ്സ് ബിഗിൻ ICT സ്മാർട്ട് മണി കൺസെപ്റ്റ് ട്യൂട്ടോറിയലിലേക്ക് ICT. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം ബാലൻസ്ഡ് ക്യാൻഡിൽ എന്നാൽ എന്താണ്. മാർക്കറ്റിൽ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആവുമ്പോൾ അതിനുള്ളിലുള്ള ബയേഴ്സും സെല്ലേഴ്സും ഈക്വൽ ആവുന്ന ഏരിയയാണ് ബാലൻസ്ഡ് ഏരിയ എന്ന് പറയുന്നത്. ക്യാൻഡിലിന്റെ ഹൈയും ലോയും ഹൈയും കണക്ട് ചെയ്ത് ഫുൾഫിൽ ആയി നിൽക്കുന്ന നോ ഗ്യാപ്സ് ഉള്ള 3 ക്യാൻഡിൽസിനെയാണ് ബാലൻസ്ഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. നമുക്ക് ഇംബാലൻസ് നോക്കാം. ഇംബാലൻസും FVG ഒന്നാണ് കേട്ടോ മക്കളെ. ഇംബാലൻസ് എന്ന് പറയുന്നത് 3 ക്യാൻഡിൽസിനിടയിൽ ഒരു ഗ്യാപ്പ് ഉള്ളൊരു ക്യാൻഡിൽ ഉണ്ടാവുന്നതാണ് ഇംബാലൻസ് എന്ന് പറയുന്നത്. അവിടെ ബാലൻസ് അല്ല, മറ്റേത് ബാലൻസ് ആയ പോകണം. ഇവിടെ ഈ ക്യാൻഡിലിന്റെ ഹൈയും മൂന്നാമത്തെ ക്യാൻഡിലിന്റെ ലോയും തമ്മിൽ ബാലൻസ് അല്ല, ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഉള്ള ക്യാൻഡിലിനെയാണ് FVG ഇംബാലൻസ് എന്നൊക്കെ പറയുന്നത്. ബാലൻസ് ക്യാൻഡിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിൽ വരുമ്പോഴാണ് ഇംബാലൻസ് ക്യാൻഡിൽ രൂപപ്പെടുന്നത്. അല്ലാതെ നമ്മൾ ട്രേഡേഴ്സ് ചെറിയ ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇംബാലൻസ് ക്യാൻഡിൽ ഉണ്ടാകാൻ പോകുന്നില്ല. മാർക്കറ്റ് മേക്കേഴ്സ് അത്രക്കും ഫണ്ട് കൊണ്ട് ട്രേഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ ഇംബാലൻസ് ക്യാൻഡിൽ രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മേക്കേഴ്സ് മാർക്കറ്റിൽ വന്നു എന്നതിന്റെ ഫിംഗർ പ്രിന്റ് ആണ് FVG. ഒരു എൻട്രി എടുക്കുമ്പോഴാണ് ഒന്നായിട്ട് മൂവായി 1 സ്പീഡിൽ ക്യാൻഡിൽ പൊന്തി ഇങ്ങനെ പോകുന്നത്. എന്നിട്ട് പിന്നെ വീണ്ടും ആ പ്രൈസിൽ തന്നെ അവർക്ക് ഓർഡർ വേണ്ടി വരും. അപ്പോൾ അവർ പിന്നെയും റീടെസ്റ്റ് ആക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വരും. ഇവിടെ കണ്ടില്ലേ, ഈ ക്യാൻഡിലിൽ നിന്ന് റീടെസ്റ്റ് ആക്കി അങ്ങനെയാണ് അവർ ഓർഡർ കളക്ട് ചെയ്ത് പോകുന്നത് ഇംബാലൻസിൽ നിന്ന്. സത്യം പറഞ്ഞാൽ ഈ FVGയും ഓർഡർ ബ്ലോക്കിനെയും നമുക്ക് പെൻഡിങ് ലിക്വിഡിറ്റി എന്ന് പറയാൻ പറ്റും. ഇത് രണ്ടും പെൻഡിങ് ലിക്വിഡിറ്റി ആണ്. അവർ അത്രക്കും ഓർഡർ എടുത്തിട്ടുണ്ടാവും അവിടെ. പിന്നെ ഈ പ്രൈസിൽ തന്നെ അവർക്ക് ഓർഡർ വേണ്ടി വരും. അപ്പോൾ വീണ്ടും അവർ ഇങ്ങോട്ട് തന്നെ മാർക്കറ്റിനെ കൊണ്ടുവരികയാണ് ചെയ്യുക. ഇത് ഒരു ഓർഡർ ബ്ലോക്കാണ്. ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആണെങ്കിൽ FVG നിർബന്ധമാണ്. ഡിസ്പ്ലേസ്മെന്റ് മൂവോട് കൂടിയുള്ള ഒരു FVG നിർബന്ധമാണ്. ആ FVG രൂപപ്പെടുമ്പോഴാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തിക്കണമെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ബുള്ളിഷ് FVG ഉണ്ട്, ബിയറിഷ് FVG ഉണ്ട്. അപ് ട്രെൻഡിൽ പോകുന്നതിനെ ബുള്ളിഷ് FVG എന്ന് പറയും, BC എന്ന് പറയും. ഡൗൺ ട്രെൻഡിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന FVG CB എന്നാണ് അറിയപ്പെടുന്നത്. ICTയിൽ പഠിക്കുന്നത് ഇങ്ങനത്തെ ഒരു ടൂളുകളാണ്. മാർക്കറ്റ് മേക്കേഴ്സ് എവിടെയൊക്കെ എൻട്രി ചെയ്തിക്കണമെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ലിക്വിഡിറ്റി ഫൈൻഡ് ചെയ്ത് കണ്ട് അവരുടെ ഒപ്പം എൻട്രി എടുക്കലാണ് നമ്മളെ പണി. അതിന് വേണ്ട ടൂളാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. പിന്നെ നമുക്ക് അധികം ലെങ്ത് ആക്കാതെ തന്നെ നമുക്ക് റിയൽ ചാർട്ട് എക്സാമ്പിളിലോട്ട് പോകാൻ നോക്കാം. പിന്നെ റിയൽ ചാർട്ട് എക്സാമ്പിളിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഇതിന്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളെ പറ്റിയാണ് പറയുന്നത്. ഈ മിസ്റ്റേക്ക് ആരെങ്കിലും ആർത്തിക്കുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്ക് ചെയ്യാതെക്കാനാണ് ഞാൻ പറയുന്നത്. ഇത് ആർക്കെങ്കിലും ഉപകാരപ്രദമാകുമെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും എന്നോട്, നീ എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത് എന്ന്. ഞാൻ കുറേ ഇങ്ങനെ പരതി 2-3 ഏറിയാൻ സ്ട്രാറ്റജി അങ്ങോട്ട് പരതി കണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ആയ ഇതിൽ എനിക്ക് കിട്ടിയതാണിത്. അതിൽ എനിക്ക് വർക്ക് ആവുന്നതും ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടെല്ലാം വർക്ക് ആവുന്നതുമാണിത്. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു ലൂപ്പാണ്. ഇതിങ്ങനെ പിന്നെയും പഠിച്ച് കുറേ അറിവുണ്ടായിട്ട് കാര്യമില്ല. അറിവ് പ്രയോഗിക്കാൻ കഴിയണം. മാർക്കറ്റിൽ സ്ട്രാറ്റജി മാറി കളിച്ചാൽ ഒരിക്കലും കഴിയൂല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഏതൊരു ബേസിക് വഴി വരുന്ന ഒരാൾക്കും എൻ്റെ ചാനൽ കണ്ട് ഫസ്റ്റ് തന്നെ ലിക്വിഡിറ്റി മനസ്സിലാക്കി ട്രേഡ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് ബുള്ളി ഷെറാമി ബിയർ ഷെറാമി പറഞ്ഞ് പോവാതെ ലിക്വിഡിറ്റി തിരഞ്ഞാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ആർക്കെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആണെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഫ്രീ ആയിട്ട് ആർക്കെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മിസ്റ്റേക്ക് ആരും ചെയ്യാതൊക്കെ ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അടുത്ത സ്ട്രാറ്റജി ഇങ്ങനെ തിരഞ്ഞു പോവാതെ ഒറ്റ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും ചെയ്തിട്ട് കാര്യങ്ങൾ പഠിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങുക. മാർക്കറ്റിൽ നിന്ന് കുറേ അറിവ് കിട്ടാണ്ടാവും. അതൊക്കെ നേടിയെടുത്ത് ഒരു നല്ല ട്രേഡർ ആവാൻ നോക്കുക. നമ്മളിങ്ങനെ പുതിയ സ്ട്രാറ്റജി കോഴ്സ് ഇങ്ങനെ തേടി പോയാൽ അങ്ങനെ പോവുള്ളൂ ചെയ്യാം. അതിൽ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അങ്ങനെ പോവും. പക്ഷേ നമുക്ക് തോന്നും നമുക്ക് ഗ്രോത്ത് ഉണ്ട്, പക്ഷെ നമുക്ക് ഗ്രോത്ത് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പഠിച്ചു കണ്ട് അത് ബാക്ക് ടെസ്റ്റും ഫോർവേഡ് ടെസ്റ്റും ചെയ്ത് കണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുക.
എന്നിട്ട് അവിടുന്ന് ഫൈറ്റ് ചെയ്ത് കാണ്ട് മാർക്കറ്റ് മേക്കേഴ്സിനോട് ഫൈറ്റ് ചെയ്ത് കാണ്ട് ആണ് ഗ്രോത്ത് ഉണ്ടാക്കല്. അങ്ങനെയാണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇത് എൻ്റെ ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണത്. അത് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്നുള്ളൂ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ എനിക്ക് നല്ലൊരു ഇതായിരിക്കും, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഞാൻ വലിയൊരു ഇതായി ഒന്നും പറയല്ല. അപ്പം നമുക്ക് റിയൽ ചാർട്ട് എക്സാമ്പിളിലോട്ട് പോകാൻ. ഫസ്റ്റ് നമുക്ക് ചാർട്ടിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഒരു ഏരിയ കണ്ടെത്താനായി അവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ആ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഇവിടുന്ന് കുറേ ആൾക്കാർ സപ്പോർട്ടാന്ന് പറഞ്ഞാണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ടാവും. അത് സപ്പോർട്ടാണെന്ന് പറഞ്ഞ് ട്രേഡ് എടുത്തവരുടെ SL എല്ലാം മാർക്കറ്റ് മേക്കേഴ്സ് എടുത്തത് ഒരു ഏരിയ ആണ് ഇവിടെ കാണുന്നത്. നമ്മളിവിടെ ICT ട്രേഡേഴ്സ് ഇതിനെ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഒരു ആണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് അറിയപ്പെടും. ഇതാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ലിക്വിഡിറ്റിയെ സ്വീപ്പ് ചെയ്യുന്ന ഏരിയയാണ് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ലിക്വിഡിറ്റിയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെൽ സൈഡ് ലിക്വിഡിറ്റിനും ബൈ സൈഡ് ലിക്വിഡിറ്റിനും ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയെ കുറിച്ച്. പിന്നെ നമുക്ക് കിട്ടിയൊരു ഏരിയയാണ് ഓർഡർ ബ്ലോക്ക്. ഇവിടെ ഈ ലാസ്റ്റത്തെ റെഡ് ക്യാൻഡിലിന് ഓർഡർ ബ്ലോക്ക് എന്ന് പറയാം. ഈ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് പിന്നെ തിരിച്ചു വന്നാൽ ആ ഓർഡർ ബുക്കിനെ മിറ്റിഗേറ്റ് ആയ ഓർഡർ ബുക്ക് എന്നാണ് പറയുക. മിറ്റിഗേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്, 2 FEG. പിന്നെ ഒരു MSSും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ MSS ക്രിയേറ്റ് ആയതിനു ശേഷമാണ് OBയിലേക്ക് മാർക്കറ്റ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്ത് വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ട്രേഡേഴ്സ് എന്താണ് വിചാരിച്ചു വെച്ചാൽ ആ സപ്പോർട്ടിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതാണ് വിചാരിച്ചിരുന്നത്. എല്ലാവരുടെ SL എല്ലാം എടുത്തിട്ട് താഴോട്ട് വന്ന ഒരു ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആയി, ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിച്ചു, ഓർഡർ ബുക്ക് ക്രിയേറ്റ് ആയി അങ്ങനെ പോവുകയാണ് ചെയ്തത്. പിന്നെയാണ് മാർക്കറ്റ് റീട്രേസ് ആയത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ ഒരു വോളിയം ഇംബാലൻസ് ക്രിയേറ്റ് ആയി. വോളിയം ഇംബാലൻസ് എന്ന് വെച്ചാൽ ഈ ഗ്യാപ്പുള്ള ഏരിയയാണ് വോളിയം ഇംബാലൻസ് എന്ന് പറയുന്നത്. ക്യാൻഡിൽ തമ്മിൽ ഗ്യാപ്പുള്ള ഏരിയയാണ് വോളിയം ഇംബാലൻസ് എന്ന് പറയുന്നത്. അതും ഒരു ലിക്വിഡിറ്റി ഏരിയ തന്നെയാണ്. അവിടെ കുറേ പ്രൈസ് അവിടേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും അപ്പിലേക്ക് പോയി. ഇവിടെ വീണ്ടും പിന്നെ ഒരു FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് മൂവാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ഒരു 3 FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ FEG നമുക്ക് 3 അടയാളപ്പെടുത്തി വെക്കാം. 3 അടയാളപ്പെടുത്തിയതിനു ശേഷം ഈ വലിയ ലെഗിലുള്ള ഈ മൂവില്ലേ, ഇതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി സ്വീപ്പ് ഓർഡർ ബ്ലോക്കും ഡിസ്പ്ലേസ്മെന്റ് മൂവും കിട്ടിയാൽ പിന്നല്ലേ ഓർഡർ ബ്ലോക്കിലേക്കും FEGയിലേക്കും മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാനും വേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മൂവ് എന്ന് പറയുന്നത്. ഈ ഓറഞ്ച് കോളത്തിൽ അടയാളപ്പെടുത്തിയതിനെ. അപ്പം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് മൂവും അടയാളപ്പെടുത്തി വെക്കാം. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയി. പിന്നെ വോളിയം ബാലൻസിലേക്ക് മാർക്കറ്റ് വന്നു. പിന്നെ ഈ ലാസ്റ്റ് ഒരു വോളിയം ബാലൻസിലേക്ക് വന്ന ക്യാൻഡിലിനെ നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയി തന്നെയാണ് എടുക്കുക. അതിനെ നമ്മൾ പോപ്പുലേഷൻ ബ്ലോക്ക് എന്നാണ് പറയുക. അത് നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം. ഇതിനെയാണ് പോപ്പുലേഷൻ ബ്ലോക്ക് എന്ന് പറയുക. കാരണം ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ആയി. പിന്നെ അങ്ങനെ പോകുന്നത് ഫ്ലിപ്പ് സോൺസ് ആണ്. അപ്പോൾ ഇതിനെ പോപ്പുലേഷൻ ഓർഡർ ബ്ലോക്ക് എന്നാണ് പറയുക. ഇതും ഓർഡർ ബ്ലോക്ക് തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്തൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഇതിന്റെ താഴെ SLും ഈ ഓർഡർ ബ്ലോക്കിൽ നിന്നോ അല്ലെങ്കിൽ FEGയിൽ നിന്നോ എൻട്രി ചെയ്യാവുന്നതാണ്. ഫിബൊനാച്ചി റീട്രേസ്മെന്റ് പ്രകാരം OT ലെവലുണ്ട് FEGക്ക്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദമായി ഞാൻ പറഞ്ഞുതരാം. ഫിബൊനാച്ചി റീട്രേസ്മെന്റിന്റെ ടെക്നിക്കും സീക്രറ്റ്സും ഒക്കെ 78ഉം 61ന്റെയും ഇടയിലാണ് OT ലെവല് കണക്കാക്കപ്പെടുന്നത് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് പ്രകാരം. അതുകൊണ്ട് തന്നെ ഈ FEGയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ് OT ലെവല് പ്രകാരം. പിന്നെ ഇവിടെ പ്രോബ്ലമേഷൻ ബ്ലോക്ക് നമ്മളെ എല്ലാ കൺഫർമേഷനും ഉണ്ട്. ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് നമുക്ക് അടുത്ത ലിക്വിഡിറ്റി ആയ ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി ആണ് കേട്ടോ FEG ഒക്കെ. ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് നമുക്ക് ടാർഗറ്റ് വെക്കാം. ഇന്ത്യൻ റേഞ്ച് ലിക്വിഡിറ്റി ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആവുക കേട്ടോ ലിക്വിഡിറ്റി പ്രകാരം. ഇതൊക്കെ ഞാൻ വിശദമായി ഓരോ ക്ലാസ്സായി ഞാൻ നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഇതിനെയാണ് ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ആ ലിക്വിഡിറ്റി അടുത്തതായി സ്വീപ്പ് ചെയ്യണം. അപ്പോൾ ആ FEGയിലേക്ക് താഴത്തോട്ട് FEGയിലേക്കോ പോപ്പുലേഷൻ ബ്ലോക്കിലേക്കോ മാർക്കറ്റ് എത്തിയാൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. നമ്മുടെ ഇത് സെറ്റപ്പ് ഒന്നും പാടെ നമുക്ക് വിശദമായി ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ സംഭവിച്ചു. പിന്നെ ഒരു ഓർഡർ ബ്ലോക്ക് സംഭവിച്ചു, FEG സംഭവിച്ചു, ഒരു മിറ്റിഗേറ്റ് ചെയ്തു ആ ഓർഡർ ബ്ലോക്കിലേക്ക്. പിന്നെ ഒരു MSS കിട്ടിയതിന് ശേഷമാണ് മിറ്റിഗേറ്റ് ചെയ്തത്. ഒരു വോളിയം ബാലൻസോട് കൂടി മാർക്കറ്റും അപ്പിലേക്ക് പോയി. പിന്നെ വോളിയം ബാലൻസ് എടുത്തു. പിന്നെ ഒരു ഡിസ്പ്ലേസ്മെന്റ് മൂവും നല്ലൊരു FEGയോട് കൂടി നല്ലൊരു മൂവ് സംഭവിച്ചു. ഒരു പോപ്പുലേഷൻ ബ്ലോക്കും ഇവിടെ ക്രിയേറ്റ് ആയി. റീട്രേസ്മെന്റ് ഒരു സിംഗ് ലോയിൽ നിന്ന് അടുത്ത സിംഗ് ഹൈയിലേക്കാണ് വെക്കുക. ലോയിൽ നിന്ന് ഹൈയിലേക്കും ഹൈയിൽ നിന്ന് ലോയിലേക്കാണ് വെക്കുക. 0.5 മുതൽ മുകളിലത്തെ ഭാഗം സപ്ലൈ സോണും 0.5ന്റെ താഴോട്ടുള്ള ഈ ഏരിയയെ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്. ഡിമാൻഡ് സോണിൽ നിന്ന് ബൈയും സപ്ലൈ സോണിൽ നിന്ന് സെല്ലുമാണ് ചെയ്യാറ്. ഈ ഫിബൊനാച്ചി ലെവലിന്റെ സീക്രട്സും OT ലെവലിന്റെ സീക്രട്സും ഒക്കെ നമുക്ക്
നെക്സ്റ്റ് വരും ക്ലാസ്സുകളിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. വീഡിയോ അധികം ലെങ്ത് ആക്കാതെ നോക്കാനാണ് ഞാൻ നോക്കുന്നത്. വീഡിയോ ലെങ്ത് ആക്കിയാൽ കുറെ ആൾക്കാർ കാണില്ല, അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോ ചെയ്യാൻ സിമ്പിൾ ആയിക്കാണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. 5നെ നമ്മൾ ഇക്വിലിബ്രിയം ലെവൽ എന്നാണ് കേട്ടോ വിശേഷിപ്പിക്കുക. ഇക്വിലിബ്രിയം ലെവൽ എന്നാണ് പറയുക. ഇതിന്റെ മുകളിലോട്ട് സപ്ലൈയും ഇതിന്റെ താഴോട്ട് ഡിമാൻഡ് സോണുമാണ് കേട്ടോ. നമ്മുടെ ആന്റിസിപ്പേഷൻ പ്രകാരം നമുക്ക് എൻട്രി കിട്ടുമെന്ന് നോക്കാം. നെക്സ്റ്റ് ഇവിടെ നമ്മുടെ FIGയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് 7.5ന്റെ ആ ലെവലിലോട്ട്. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാം. പോപ്പുലേഷൻ ബ്ലോക്കിൻ്റെ താഴെ നമുക്ക് SLഉം ടാർഗറ്റ് നമുക്ക് നെക്സ്റ്റ് IRL എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കും വെക്കാവുന്നതാണ്. അവിടെ പിന്നെ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ ഇതിനെ ബിയറിഷ് പോപ്പുലേഷൻ ഓർഡർ ബ്ലോക്ക് എന്നാണ് കേട്ടോ വിശേഷിപ്പിക്കുക. ഈ ഓർഡർ ബ്ലോക്ക് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് FIGയിൽ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ താഴെ പോപ്പുലേഷൻ ബ്ലോക്കിൻ്റെ താഴെ SLഉം വെക്കാവുന്നതാണ്. മുകളിലത്തെ ERL ലിക്വിഡിറ്റിയിലേക്ക് നമുക്ക് ടാർഗറ്റും വെക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ ആന്റിസിപ്പേഷൻ പ്രകാരം മാർക്കറ്റ് മൂവ് ആവോ എന്ന് നോക്കാം. പിന്നെ ഇവിടെ ഒരു FIG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ FIG റീക്ലെയിം ചെയ്യാൻ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ SL ഒന്ന് നമുക്ക് ചെറുതാക്കി വെക്കാവുന്നതാണ്. നമ്മുടെ പ്രോബബിലിറ്റി അനുസരിച്ച് മാർക്കറ്റ് മൂവ് ആവുന്നത് കൊണ്ട് FIG എടുത്തിട്ട് മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുക്കാനാണ് ചാൻസസ് കൂടുതൽ ആയി കാണുന്നത്. അതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവില്ല. അങ്ങനെ SL മുകളിലേക്ക് കയറ്റി വെക്കുന്നത് കൊണ്ട് B ലെവലിൽ എക്സിറ്റ് ആവും. ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ B ലെവലിൽ എക്സിറ്റ് ആവും. ധൈര്യമായിട്ട് എൻട്രി എടുക്കാവുന്നതാണ്. എൻട്രിയിൽ കയറാം. ഇവിടെ മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഇവിടെ ഒരു FIG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ FIGയിൽ നിന്ന് വീണ്ടും ആ ബിയറിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പ്രോബബിലിറ്റി കൂടുതലുണ്ട്. വീണ്ടും ആ ബിയറിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് വീണ്ടും മാർക്കറ്റ് മൂവ് ചെയ്യാം. നമുക്ക് ഏതായാലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. FIGയിൽ നിന്ന് എൻട്രി എടുക്കലും FIGയും ഓർഡർ ബ്ലോക്കും ലിക്വിഡിറ്റി സീപ്പും വെച്ചാണ് എൻട്രി എടുക്കൽ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. FIGയുടെയും ഓർഡർ ബ്ലോക്കിൻ്റെയും കുറച്ചും കൂടി വിശദമായി ഒരു വീഡിയോ പാടെ നമുക്ക് ലൈവ് ആയിക്കാണ്ട് നമുക്ക് ഒന്നുപാടെ ഒന്ന് വിശദമായി ചെയ്യാം. ഒരു കാര്യം, ഇൻസ്റ്റിറ്റ്യൂഷന് എൻ്റർ ചെയ്യുന്ന ടൈമിലൊക്കെ ഈ ഓർഡർ ബ്ലോക്കും FIGയും സംഭവിക്കും കേട്ടോ. മാർക്കറ്റ് മേക്കേഴ്സ് എപ്പോഴൊക്കെ എൻ്റർ ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടൂളാണ് FIGയും ഓർഡർ ബ്ലോക്കും ലിക്വിഡിറ്റി സീപ്പും കേട്ടോ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.